പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് STPIയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. STPI തുടക്കത്തിൽ 5000 സീറ്റുകളിൽ മത്സരിക്കുമെന്നതായിരുന്നു STPIയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഈ സ്ഥാനാർത്ഥി നോമിനേഷൻ പത്രിക സമർപ്പിച്ചതിന് ശേഷം അത് 2000-ലേക്ക് ആയി ചുരുങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അത് 5000-ൽ തന്നെ മത്സരിക്കുന്നതായിരുന്നു STPIയുടെ രാഷ്ട്രീയ വികാസത്തിന് അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുമ്പോഴാണ് കൂടുതൽ ജനങ്ങളിലേക്ക് പാർട്ടി എത്തിച്ചേരുക എന്നുള്ളത്. വിജയവും പരാജയമല്ല, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാവുക എന്നതാണ് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടുള്ളത്. ആ നിലക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെയായിരുന്നു STPIയെ സംബന്ധിച്ച് ഉചിതമായ ഒരു തീരുമാനം. എങ്കിൽ കൂടി ഈ 2000 സീറ്റിൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 250 ജനപ്രതിനിധികളെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ STPIക്ക് സാധിക്കും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മൾ ഈ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്, ഈ BJP 8000 സീറ്റുകളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ പോലുമില്ല. പക്ഷേ അവർ കേരളത്തിലെ ഒരു വലിയ പാർട്ടി എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ അവർക്ക് കൊടുക്കുന്ന വിശേഷണം. അത് എന്തെന്നാൽ അവർ അതിനുവേണ്ടി പണം ഇറക്ക് മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടാണ് അവരുടെ മാധ്യമങ്ങളെ അവരുടെ പ്രചാരകരായിട്ട് ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് കേരളത്തിൽ അത്ര വലിയ വളർച്ചയോ കാര്യങ്ങളോ ഇപ്പോഴും ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിത്രത്തിൽ ഇല്ലാതിരുന്നൊരു പാർട്ടിയാണ് ഇന്ന് വലിയ ഒരു സംഭവമായി കേരളത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ STPIയും തർക്കമില്ലാത്തൊരു പാർട്ടി തന്നെയാണ്. അതൊരു ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ചില മാധ്യമങ്ങൾക്ക് വിലയിരുത്തുന്നതായി കണ്ടു. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. STPI എന്നതും കേരളത്തിനെ സംബന്ധിച്ച് STPI ഒരു വലിയൊരു പാർട്ടി തന്നെയാണ് എന്നതാണ് വസ്തുത. ആയതിനാൽ STPIക്ക് ക്രമാതീതമായ വളർച്ചയാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ കരുത്തോടെ ഇടപെടേണ്ടതായിട്ടുണ്ട്. മറ്റ് പാർട്ടികളെ ജയിപ്പിക്കുന്നതിന് പകരം സ്വന്തം നിലക്ക് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി ഇടപെടണമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ. Goodbye.